ഇപ്പോൾ പൊതുവെ കേൾക്കുന്നൊരു കാര്യമാണ് ഡിപ്രഷൻ. ആരെടുത്ത് പോയി കഴിഞ്ഞാലും പറയും എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ടൊരു ഡിപ്രഷൻ ഉണ്ടെന്ന് പറയും. ശരിക്കും ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം എന്താ? അതിങ്ങനെ എപ്പോഴും ഉണ്ടാവുന്ന അവസ്ഥ ഒന്നുമല്ല. അതിന് ചില കാര്യങ്ങളും ചില ക്രൈറ്റീരിയാസും ഒക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രമേ അത് ഡിപ്രഷൻ ആണോ അല്ലെന്ന് പറയാൻ പറ്റൂ. ചെറിയ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഒന്ന് ക്ഷീണിക്കുമ്പോൾ ഒന്ന് മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും അവൾ ഡിപ്രഷനിലാണ് എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അത് ഡിപ്രഷൻ അല്ല കേട്ടോ. ലൈഫിൽ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്താണ് ഡിപ്രഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏകദേശം 7 ടൈപ്സ് ഓഫ് ഡിപ്രഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PDD എന്ന് പറയും, അഥവാ പേഴ്സിസ്റ്റൻ്റ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നൊരു ക്ലയൻറ്റിൻ്റെ കഥ പറയാം. അദ്ദേഹം നന്നായിട്ട് ജോലി ചെയ്ത് ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും നന്നായിട്ട് എൻഗേജ് ചെയ്യുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു. ഒരു നല്ല ജോലി കിട്ടി, ആ ജോലിയിലൊക്കെ നന്നായിട്ട് ആക്റ്റീവാണ്, ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളിലേക്കും ഓടിപ്പോവാറുണ്ട്, സംസാരിക്കാറുണ്ട്, എന്തെങ്കിലും ഫംഗ്ഷൻസൊക്കെ വന്നാൽ നല്ല ഉഷാറായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് ചില ചേഞ്ചസ് വരാൻ വേണ്ടി തുടങ്ങി. എന്താണെന്നറിയില്ല, അദ്ദേഹം ജോലിയിലോടുള്ള ഒരു താല്പര്യം, ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ പഴയ ഉത്സാഹമൊന്നും കാണുന്നില്ല. മിക്കവാറും ഉറങ്ങാനാണ് ഭയങ്കര ഇഷ്ടം. അതോടുകൂടി ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഫ്രണ്ട്സൊക്കെ വിളിച്ചു കഴിഞ്ഞാലോ അതൊക്കെ ഫോണ് കട്ട് ചെയ്യാൻ തുടങ്ങാം. ഇപ്പം പോകുന്നില്ല. എന്നിട്ട് അവർ വീട്ടിലേക്ക് തിരഞ്ഞു വരും. അപ്പം പറയും ഭയങ്കര ക്ഷീണമാണ്, വയ്യാന്ന് പറയും. അങ്ങനെ തുടങ്ങിയിട്ട് ഇയാൾ ആളുകളുടെ ഇടയിൽ നിന്ന് വലിഞ്ഞ് സ്വന്തമായി തൻ്റെ റൂമിലേക്കും തൻ്റെതായ ഒരു ലോകത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഉറങ്ങാനാണ് ഭയങ്കര ഇഷ്ടം. ബാക്കിയുള്ള കാര്യങ്ങളോടുള്ളൊക്കെ താല്പര്യം കുറഞ്ഞു പോയി. പക്ഷെ ജോലിക്ക് പോകുന്നുണ്ട്, ആളുകളോട് ചോദിക്കുമ്പോൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ പോയി ചോദിച്ചാലും അവരും പറയുകയാണ് എന്താ അവനക്ക് പറ്റിയെന്ന് അറിയില്ല, കംപ്ലീറ്റ് ഒരു മൂഡ് ഓഫാണ്. പിന്നെ ഒന്നുമില്ല, ജോലി ചെയ്യും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, പോകും. പഴയ ആ കമ്പനിയും ഫ്രണ്ട്ഷിപ്പും ഒന്നും ഇപ്പം എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ കംപ്ലീറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഡാറ്റ കളക്ട് ചെയ്തപ്പം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ചില ഇൻസിഡൻറ്റുകളാണ് അതിൻ്റെ റീസൺ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റി. അങ്ങനെ ആ റീസണ് കൃത്യമായ രീതിയിൽ നമ്മൾ സൈക്കോ തെറാപ്യൂട്ടിക് സെഷൻസ് കൊടുത്ത സമയത്ത്, അതായത് CBTയും ഹിപ്നോതെറാപ്പിയും കൂടി നമ്മൾ ഒന്നിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പല സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് അങ്ങ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുറേ സംഭവങ്ങളും കുറേ തോട്ട്സും അതെല്ലാം നമുക്ക് റീസ്ട്രക്ചർ ചെയ്തുകൊണ്ട് പോസിറ്റീവ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയും മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരികയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ PDD എന്ന് പറയുന്ന ഒരു സംഭവം, ഇത് അദ്ദേഹം ഏകദേശം 1.5-2 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. പെട്ടെന്നല്ല വന്നത്. കാരണം ഇത് കുറേ കാലമായപ്പോൾ പിന്നെ വീട്ടുകാർക്ക് തന്നെ തോന്നുകയാണ് ഇവൻ വേറെ ഏതെങ്കിലും ലെവലിലേക്ക് എത്തുമെന്ന്. ആ സമയത്താണ് നമ്മുടെ അടുത്തേക്ക് എന്തെങ്കിലും കൊണ്ടുവരുന്നത്. അതന്നെ അദ്ദേഹം വരാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തെ സംസാരിച്ചു, ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം വന്നത്. പിന്നെ അദ്ദേഹം നല്ല മാറ്റങ്ങൾ വരികയും ചെയ്തു. അദ്ദേഹം ഒരു 5-6 സെഷൻസ് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് വരികയും ചെയ്തപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, PDD എന്ന് പറയുന്ന സംഭവം, പേഴ്സിസ്റ്റൻ്റ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്, നമുക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക, ക്ഷീണം ഉണ്ടാവുക, ശ്രദ്ധ നന്നായിട്ട് കുറയുക, കോൺസെൻട്രേഷൻ തീരെ ഉണ്ടാവില്ല, നമുക്ക് പോയിട്ടുണ്ടാവും, തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഉറക്കമാണെങ്കിലോ ഭയങ്കര ഉറക്കമായിരിക്കും, ഇല്ലെങ്കിലോ തീരെ ഉറക്കമുണ്ടാവില്ല. പിന്നെ നല്ല ക്ഷീണം ഫീൽ ചെയ്യും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഭക്ഷണത്തിനോടുള്ള താല്പര്യം, ഒന്നെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, ഇല്ലെങ്കിലോ തീരെ ഭക്ഷണം കഴിക്കില്ല. അതേപോലെ തന്നെ ഇതുവരെ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നല്ല ഹാപ്പി ആയിട്ട് ചെയ്ത കാര്യങ്ങൾ, അതൊന്നും ഇപ്പോൾ ചെയ്യണമെന്ന് തോന്നൂല. ആളുകളോടൊക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ എന്താ എന്നുള്ള രീതിയിൽ ഒന്ന് പോയി സംസാരിക്കും, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യും, പോരും. ഇങ്ങനെ ഉള്ള ഒരവസ്ഥ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ചുരുങ്ങിയത് 2 വർഷത്തോളം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പേഴ്സിസ്റ്റൻ്റ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് ചില ആളുകൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾക്കൊരു മാറ്റം വന്നു അല്ലെങ്കിൽ അവനക്കൊരു മാറ്റം വന്നു, ഇപ്പോൾ അവൻ ഫുള്ള് ഇങ്ങനെയായി, ഇനിയിപ്പോൾ ഏതായാലും ലൈഫ് ഇങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ, അത് ഞാൻ അങ്ങനെ പോവുള്ളൂ എന്ന് പറയും. ശ്രദ്ധിക്കണം, അങ്ങനെ പറഞ്ഞയക്കാതെ അത് പേഴ്സിസ്റ്റൻ്റ് ഡിപ്രസീവ് ഡിസോർഡർ ആണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം അഥവാ ഇത് അധികമായി കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത് മെഡിസിൻസ് എടുത്ത് അതിൻ്റെ കൂടെ തന്നെ സൈക്കോതെറാപ്പിയും കൂടെ നിങ്ങൾ ചെയ്താൽ കംപ്ലീറ്റ്ലി ക്യൂർഡ് ആവും. അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് മെഡിസിൻ കൊണ്ട് മാത്രം മാറും എന്ന് പറയുന്ന ഒരു ചില തിയറീസ്, ചില ഡോക്ടേഴ്സ് അങ്ങനെ പറയും.
അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പരിപൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കേണ്ട. ചില സൈക്കോളജിസ്റ്റ് പറയും ഡോക്ടേഴ്സിൻ്റെ തീരെ പോകണ്ടെന്നും പറയും, അതും നിങ്ങൾ പരിപൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, രണ്ട് കൂട്ടരും കൂടെ ഒരുമിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും. കാരണം നമ്മളൊക്കെ ഒരുപാട് ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് ഇങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ട്, നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് സാധാരണ രീതിയിൽ ആളുകൾ കൃത്യമായിട്ട് മാറ്റിയെടുക്കാറുള്ളത്. ഒക്കെ മറക്കേണ്ട. എനിവേ PDD എന്ന് പറയുന്ന ഒരു അവസ്ഥ ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജാണ്. അതിന് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാറ്റിയെടുക്കാൻ പറ്റും. എനിവേ താങ്ക് യു.